നടിമാരായ ലക്ഷ്മിപ്രിയയ്ക്കും ശ്വേതാ മേനോനുമെതിരെ അൻസിബ പോലീസിൽ പരാതി നൽകി. കാൻ ചാനൽ മീഡിയ എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ വീഡിയോ ആധാർ കാർഡ് തരാൻ പറഞ്ഞു. ആധാർ കാർഡ് ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ 7 സ്റ്റാർ ഹോട്ടലിൽ വരെ താമസിക്കുന്ന ആൾക്കാരാണ്, ആധാർ കാർഡ് ഒന്നും തരാനായിട്ട് പറ്റത്തില്ല. മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ബ്രദറിന്റെ ആധാർ കാർഡ് ചോദിക്കാൻ നീ ആരാടി ലക്ഷ്മിപ്രിയെ? നീ ആരാ? നീ പോലീസാണോ? നീ പോലീസ്? അതോ നീ എന്താ ഗുണ്ടിയോ? ഗുണ്ടി? ബ്രദറിന്റെ ആധാർ കാർഡ് കാണണോന്ന് അവക്ക്? നീ ആരാ? നീ ആരാന്ന നിന്റെ വിചാരം? ശ്വേതാ മേനോൻ വഴി അദാനിയുടെ പണം നിന്റെയൊക്കെ പോക്കറ്റിലെത്തും എന്ന് കരുതിയിട്ടാണോ ലക്ഷ്മിപ്രിയ ചോച്ചി നീ ഓൺലൈൻ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്ന് അൻസിബയെ കുത്തിയിരുന്ന് അപരാധിച്ചുകൊണ്ടിരിക്കുന്നത്? ആണോ ലക്ഷ്മിപ്രിയ ചേച്ചി? പാവത്തിന്റെ ഒരു സംശയം ചോദിക്കാമല്ലോ അല്ലേ? അല്ല, ഒരു തെളിവും മാങ്ങയില്ലാതെ നീ ഒരു ഓൺലൈൻ മീഡിയയിൽ കയറിയിരുന്ന് അൻസിബയെ ഞാൻ അവിടെ കണ്ടു, അൻസിബയ്ക്ക് ഞാൻ കള്ളു മേടിച്ചു കൊടുത്തു, അൻസിബയെ ഞാൻ മിഥുൽ രാജിന്റെ കൂടെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. വല്ല തെളിവുണ്ടോ? അല്ല, നിനക്കിതൊക്കെ വിളിച്ചു കൂവാമെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്കും പലതും വിളിച്ചു കൂവിക്കൂടെ? അല്ല, നമ്മളും ഒക്കെ പല കഥകൾ കേട്ടിട്ടുണ്ട് ചേച്ചിയെ പറ്റി വരെ. എന്താ വിളിച്ചു കൂവാലോ? എന്താ ചെയ്യാത്തത്? കാരണം തെളിവില്ല. അങ്ങനെ വെറുതെ വിളിച്ചു പറയേണ്ട കാര്യം ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ളൊരു ബോധം നിനക്കില്ലേ? ലക്ഷ്മിപ്രിയ ചേച്ചി, പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാറുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ കറങ്ങിത്തിരിഞ്ഞ് നടപ്പുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മുഴുവനായി വീഡിയോ കണ്ടതിന് ശേഷം താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. കൂടാതെ കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അത് വേറൊന്നും കൊണ്ടല്ല, ചില സത്യങ്ങൾ നമ്മൾ വിളിച്ചു പറയുമ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ല, നമ്മുടെ ചാനൽ അങ്ങ് ഇല്ലാതാക്കാൻ ശ്രമിക്കും. അതിൽ നിന്ന് എന്നെയും എൻ്റെ ചാനലിനെയും രക്ഷിക്കാൻ നിങ്ങളെ കൊണ്ടേ വഴി പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഹൈപ്പിലൊക്കെ അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. ഇനി കാര്യത്തിലേക്ക് വരാം. നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും കണ്ടു കഴിഞ്ഞതായിരിക്കും ഇന്ന് രാവിലെ തൊട്ട് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് കിടന്ന് കറങ്ങുന്ന ഒരു റീല് ലക്ഷ്മിപ്രിയയുടെ. അവർ ഒരു ഓൺലൈൻ മീഡിയ ചാനലിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. അവരതിൽ പറയുന്ന കാര്യങ്ങൾ, അവരതിൽ മിഥുൽ രാജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരൊക്കെ എടുത്തിടുന്നുണ്ട്. വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്ന ഒരു വ്യക്തിയാണ് മിഥുൽ രാജ് എന്ന് പറയുന്നത്. കോമഡി ഉത്സവത്തിൻ്റെ ഡയറക്ടറാണ് വർഷങ്ങളായിട്ട്. ഞാൻ ആദ്യമായിട്ട് മിഥുൽ രാജ് എന്ന് പറയുന്ന വ്യക്തിയെ കാണുമ്പോൾ ഉള്ള കാര്യം ഞാൻ ഉള്ളതുപോലെ നിങ്ങളോട് പറയുകയാണ്. ഫസ്റ്റ് ഞാൻ മിഥുൽ രാജ് എന്ന് പറയുന്ന വ്യക്തിയെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അൻസിബ എന്ന് പറയുന്ന പെൺകുട്ടി ഉണ്ടായിരുന്നു. അൻസിബയുടെ ഫേസ്ബുക്ക് സംബന്ധമായ കുറച്ച് പ്രശ്നങ്ങൾ, ഫേസ്ബുക്ക് അവരുടെ അക്കൗണ്ടിന് എന്തോ കുറച്ച് പ്രശ്നമൊക്കെ വന്നിരിക്കുന്ന സമയത്താണ് ഞാൻ എന്നെയൊക്കെ പരിചയപ്പെടുന്നതും അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അന്ന് തൊട്ട് അൻസിബയുടെ കൂടെ മിഥിലേട്ടനുണ്ട്, ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത്. അത് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത്. പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഞാൻ അതിലേക്കൊന്നും അധികമായിട്ട് പോകുന്നില്ല. അതിനു മുമ്പ് അതിലേക്കൊക്കെ പോകാം, പിന്നെ പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യം ഈ ഒരു വാർത്ത കേൾക്കണം. ഈ ലക്ഷ്മിപ്രിയ വന്നിരുന്ന് അപരാധിച്ചു, അൻസിബയും മിഥുൽ രാജും തമ്മിൽ മറ്റേ പരിപാടിയാണെന്നൊക്കെ പറഞ്ഞു. മിഥിലേട്ടൻ ഇതിനായിട്ടും പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല. മിഥുൽ രാജേട്ടൻ നേരെ കോടതിയിൽ പോകുന്നുണ്ട്. അൻസിബ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈൻറ്റ് കൊടുത്തു. അതുകൊണ്ടാണോ എന്നറിയില്ല. നമ്മളെല്ലാവരും കണ്ടത് ഒരു റീലാണ്. ആ റീലിൻ്റെ ഫുൾ വീഡിയോ അതിന് വൈകിട്ട് 4 മണിക്ക് ആ റീല് വന്ന ഓൺലൈൻ മീഡിയ ചാനൽ തന്നെ വരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത്രയും നേരമായിട്ടും കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ 4:30 ആയപ്പോഴത്തേക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ അങ്ങോട്ട് ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ അവർ പറഞ്ഞു വെച്ചേക്കുന്ന ബാക്കി അപരാധം കൂടെ കേട്ടിട്ട് ചേച്ചിക്കിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. ചിലപ്പോൾ ഈ വീഡിയോയിൽ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പോകും. ഞാൻ നല്ല പച്ചയ്ക്ക് പലതും വിളിച്ചു പറയും. എൻ്റെ അടുക്ക തെളിവും ചോദിച്ചുകൊണ്ട് ഒരു മോളും വന്നേക്കരുത്. അത് വേറൊന്നും കൊണ്ടല്ല, നിനക്കൊക്കെ കണ്ട ഓൺലൈൻ മീഡിയ കയറിയിരുന്ന് പരമ വൃത്തികേട് വിളിച്ചു പറയാമെങ്കിൽ എൻ്റെ ചാനലിലൂടെ എനിക്കെന്താ പറഞ്ഞ? എന്താ എനിക്ക് പറഞ്ഞ? അല്ല, നിനക്കൊക്കെ നീയൊക്കെ മറ്റേ സ്ത്രീ ആയതുകൊണ്ട് മറ്റേ എന്തും ഉണ്ടാക്കാന്നാണോ? അതിവിടെ വേവത്തില്ല. ഇനി മനസ്സിലായോ? അതെടുത്തങ്ങ് പുരപ്പുറത്ത് വെച്ചാൽ മതി. അതിനിവിടെ വേവത്തില്ല. എന്തു തോന്നിയ ദിവസം വിളിച്ചങ്ങ് പറയുക. എന്നിട്ട് അവളൊക്കെ മാന്യത്തി. പൊന്നു മോളെ ലക്ഷ്മിപ്രിയെ തരാൻ നിനക്ക് ഞാൻ. അതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങളൊന്ന് കാണും. നടിമാരായ ലക്ഷ്മിപ്രിയയ്ക്കും ശ്വേതാ മേനോനുമെതിരെ അൻസിബ പോലീസിൽ പരാതി നൽകി. കാൻ ചാനൽ മീഡിയ എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ വീഡിയോ പ്രചരിപ്പിച്ചുവെന്നാണ് പരാതി. ഷീന മാർട്ടിൻ വിശദാംശങ്ങളുമായി. ഷീന, അമ്മയിലെ തർക്കം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ അൻസിബയുടെ പുതിയ പരാതിയുടെ അടിസ്ഥാനം, അതിന്റെ കാരണം, സാഹചര്യം എന്താണ്? ഇൻസ്റ്റഗ്രാം പേജിലൂടെ ലക്ഷ്മിപ്രിയ അൻസിബയ്ക്കെതിരെ അശ്ലീലവും വ്യാജവുമായ വീഡിയോ പ്രചരിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അൻസിബ ഇപ്പോൾ പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. പ്രധാനമായും ഗൂഢാലോചന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അൻസിബയുടെ പരാതി. ലക്ഷ്മിപ്രിയയും ശ്വേതാ മേനോനും ചേർന്ന
വ്യക്തിവൈരാഗ്യം കാരണം വ്യാജ കാര്യങ്ങൾ കെട്ടിച്ചമച്ചുകൊണ്ട് ഇത്തരമൊരു ചാനലിന് ഇത്തരമൊരു ഇൻസ്റ്റഗ്രാം പേജിൽ അഭിമുഖം കൊടുക്കുകയും അത് ഇൻസ്റ്റഗ്രാമിലൂടെ തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആരോപണം. ശ്വേതാ മേനോൻ ഇതൊരു PR ഏജൻസിയുമായി ചേർന്ന് പ്രചരിപ്പിക്കുന്നു എന്നാണ് പ്രധാനമായും അൻസിബ ഉന്നയിക്കുന്ന ആരോപണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അമ്മ വിവാദം സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചയായിരുന്നു. ഈ ചർച്ചയിൽ നടിമാരായ ലക്ഷ്മിപ്രിയയ്ക്കും ശ്വേതാ മേനോനുമെതിരെയാണ് അൻസിബ ഇപ്പോൾ പോലീസിൽ പുതിയ പരാതി നൽകിയിരിക്കുന്നത്. ഒരു ഇൻസ്റ്റഗ്രാം പേജിലൂടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ വീഡിയോ പ്രചരിപ്പിച്ചുവെന്നാണ് പരാതി. ടീന മാർട്ടിൻ തുടരുന്നു. ഓക്കെ, മതി. ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിലവർ പറയുന്ന കാര്യങ്ങളും കേൾപ്പിച്ചു തരാം. അതിന് മുമ്പായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നുണ്ട്, അൻസിബയ്ക്കെതിരെ കനത്ത സൈബർ അറ്റാക്ക് വരുമെന്ന്. ഇതാ വന്നു തുടങ്ങിയിരിക്കുകയാണ്. അൻസിബയുടെ കൂടെ അൻസിബയെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു വ്യക്തിയെ തന്നെ പിടിച്ച്, ചേട്ടനെ പോലെ കാണുന്ന ഒരു വ്യക്തിയാണ്, അയാളെ പിടിച്ചാണ് അവിധത്തിലേക്ക് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം. ഞാൻ നിങ്ങളോട് തുടക്കത്തിലേ പറഞ്ഞല്ലോ, എനിക്കറിയാം, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് അൻസിബയെ കാണുന്നത് ഈ മിഥിലേട്ടൻ്റെ കൂടെയാണ്. മിഥിലേട്ടനാണ് അന്ന് അൻസിബയുടെ ഫേസ്ബുക്ക് കാര്യങ്ങളൊക്കെ ആരോ ഹാക്ക് ചെയ്തുകൊണ്ട് പോയപ്പോഴത്തേക്ക് അതിൻ്റെ കാര്യമായിട്ടാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. അതിനുശേഷവും നല്ല രീതിയിൽ ആ വ്യക്തിയെ എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. ഞാൻ അതുകൊണ്ടാണ് എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുമെന്ന് ഞാൻ ഉറപ്പിക്കാൻ കാരണം ആ മനുഷ്യനെ പേഴ്സണലി എനിക്ക് അറിയാം. വീണ്ടും ഞാനതാ പറയുന്നത്, ഒരു നല്ല മനുഷ്യനാണ് പുള്ളി. അൻസിബ ഒരു പെങ്ങളെ പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇനി അതൊന്നും അല്ല, മാറ്റിവെക്ക്. ഞാൻ ഒന്നും പറയുന്നില്ല, അതൊക്കെ നിങ്ങൾ മാറ്റിവെക്ക്. അതൊക്കെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന കാര്യങ്ങളാണ്, മാറ്റി നിർത്തതൊക്കെ. അല്ല, ഇനിയിപ്പോൾ അൻസിബയും മിഥിലേട്ടനും തമ്മിൽ അവിഹിതമാണെങ്കിൽ ഈ പെണ്ണുമ്പിള്ളക്ക് എന്നെ ഇവക്കെന്നാ? എനിക്കത് അറിയാൻ പാടില്ലാത്തത്. നിനക്കെന്താ ലക്ഷ്മിപ്രിയേ? നിന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് അല്ലല്ലോ നീ ഇവിടെ ഉത്തരം പറയുന്നത്. നീ വന്നിരുന്ന് പറയുന്ന വിവരക്കേടുകൾ അത് കണ്ടിട്ടാണ് ജനങ്ങൾ നിന്നോട് തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഉടനെ മറ്റവളുടെ അവിഹിതം പിടിക്കാനാണല്ലോ നിനക്ക് താല്പര്യം. അല്ല, നിനക്ക് ഭയങ്കര സുന്ദരിമോളായിരിക്കും അല്ലയോ? അയ്യോ, ദൈവഭക്ത ദൈവത്തിനെയൊക്കെ വിളിച്ച് ഡെയിലി ഇങ്ങനെ പ്രാർത്ഥിച്ച് നടക്കുന്ന. ഇന്ന് ഒരു കേസുണ്ടായിരുന്നു ആലപ്പുഴ കോടതിയിൽ. അത് ഇന്നിപ്പോൾ അവധി ആയതുകൊണ്ട് അത് മാറ്റിവെച്ചതാ. അതിൻ്റെയൊക്കെ പുറകെ ഒന്ന് തപ്പിപ്പോയാൽ ഉണ്ടല്ലോ, പല കഥകളും കേൾക്കുന്നുണ്ട്. ഞാനൊന്നും വിശദീകരിക്കുന്നില്ല, കാരണം തെളിവില്ല. പലതും പല ആളുകളും പറഞ്ഞു കേൾക്കുന്നതാ. അതുകൊണ്ട് മാത്രം മിണ്ടുന്നില്ല. നിന്നെ പോലെ കുത്തിയിരുന്ന് വിവരക്കേട് പറയാൻ ഞാനില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വരുന്നുണ്ടല്ലോ അടുത്ത കേസ്, അതുപോലെ വരും. ഒരിച്ചിരി ബോധം അതില്ലല്ലോ ലക്ഷ്മിപ്രിയ ചേച്ചി നിനക്ക്. നിന്റെ ശ്വേതാ മേനോൻ ഇറങ്ങി ഓടിയതിന് ശേഷം പല താരങ്ങളെയും വിളിച്ചല്ലോ, പല താരങ്ങളെയും. ഈ സാധാരണക്കാർ വീഡിയോ കാണുന്നവർക്ക് അത് അറിയത്തില്ല, നമ്മൾ അറിയുന്നുണ്ട് ചേച്ചി. പല ആളുകളെയും വിളിച്ചല്ലോ, ടോപ്പിലിരിക്കുന്ന സെലിബ്രിറ്റീസിനെ. ഭീഷണിപ്പെടുത്തിയോ ആരെങ്കിലും ഒക്കെ? ഭീഷണി, ED റൈഡ് ഉണ്ടാക്കി കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയോ? ചോദിക്കുക, സംശയം. വലിയ എമൗണ്ടും കൊണ്ട് വരുമല്ലേ ശ്വേത ചേച്ചി? എവിടുന്നാ പൈസ? പലരെയും അമ്മ എന്ന് പറയുന്ന താര സംഘടനയിലുള്ള ഭൂരിഭാഗം ആളുകൾക്കും പേഴ്സണലി ബെനിഫിറ്റ് ഉണ്ടാകും അല്ലേ? ശ്വേത മേനോൻ അതിനകത്ത് നിന്നാ അതിന് മാത്രം പൈസ ഒഴുകി വരുമല്ലേ? ചോദിക്കുകയാണേ, സംശയമാണേ. മലയാള സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ മലയാള സിനിമയിലെ ഒരുപാട് താരങ്ങൾ ഒത്തുചേരുന്ന, അല്ലെങ്കിൽ അവർക്കുള്ള ഒരു കൂട്ടായ്മ അമ്മ, AMMA. അതിനകത്ത് നടക്കുന്ന തെമ്മാടിത്തരങ്ങൾ, അയ്യോ, പിഷാരടി ഉൾപ്പെടെ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, രാവിലെ തൊട്ട് വാർത്തയിലുണ്ട്. കോംപ്രമൈസിന് ശ്രമിക്കും അൻസിബ, പക്ഷെ നിൽക്കുന്നില്ല. എന്തുകൊണ്ട് നിൽക്കുന്നില്ല? തെമ്മാടിത്തരമല്ലേ ആ പെണ്ണിനോട് പറയുന്നത്. ടിനി ടോം അവന് വേണ്ടിയിട്ട് ഇനി ഇതുപോലെ കംപ്ലൈന്റ് കൊണ്ടൊന്നും വരരുത്. നാണമില്ലേ ഇവനൊക്കെ? നാണം. എന്തായാലും അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ലക്ഷ്മിപ്രിയ പറയുന്ന പച്ചപരാധം നിങ്ങളൊന്ന് കേക്ക്, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ. അൻസിബ ഹസന് ഞാൻ മദ്യം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. രാത്രി 2 മണി വരെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കുകയും ചെയ്തു. ഞാനും അൻസിബയും കൂടെ വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 3 മണിയായപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി എൻ്റെ പെട്ടിയൊക്കെ എടുത്ത് പോകുമ്പോൾ താഴെ ഞാൻ വണ്ടി കയറാൻ നേരത്ത് ഒരാളിനെ ഞാൻ കണ്ടു. ബെല്ലടിക്കുന്നു, അൻസിബയെ വിളിക്കുന്നു, അൻസിബ ഫോൺ എടുക്കുന്നില്ല. ബെല്ലടിച്ചിട്ടൊന്നും തുറക്കുന്നില്ല. 4 മണിക്ക് റൂമിൽ ആൾ വന്നിരിക്കുന്നതാണ്, തുറന്നിട്ടില്ല. അപ്പോൾ ജനിച്ചു വന്ന കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ അൻസിബ മാഡം വന്നിട്ട് വാതിൽ തുറന്നു. ഇങ്ങനെ നോക്കുമ്പോഴത്തേന് ഈ പുള്ളി കട്ടിലിൽ ഇരിക്കുക. ഈ മനുഷ്യൻ കട്ടിലിൽ ഇരിക്കുന്നു, എഴുന്നേറ്റിരിക്കുന്നു. അപ്പോൾ ഇത് ആരാണെന്ന് ചോദിച്ചു. അയ്യോ, ഇതെൻ്റെ ബ്രദറാണ് എന്ന് പറഞ്ഞു.
ആങ്ങളെ എങ്ങനെയാണ് മുഖം മറച്ചൊരു പെങ്ങളുടെ റൂമിൽ വരുന്നത്? മാത്രമല്ല ഇത്രയും വലിയൊരു പെങ്ങളുടെ കൂടെ ആങ്ങളെ താമസിക്കില്ലല്ലോ. എടി മോളെ ലക്ഷ്മിപ്രിയ ചേച്ചി, മുഖം മറച്ചത് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് നീ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, ഇത്രയും വലിയ ഒരു പെങ്ങളുടെ കൂടെ ചേട്ടൻ താമസിക്കുമോന്ന്. നിന്റെ കൂടെ ചിലപ്പോൾ നിന്റെ ചേട്ടൻ താമസിക്കത്തില്ലായിരിക്കും, പേടിച്ചിട്ട്. മനസ്സിലായോ? അത്രേ എനിക്ക് പറയാനുള്ളൂ. ബാക്കി വീഡിയോ കാണുന്നവർക്ക് ഊഹിക്കാം. നിന്റെ കൂടെ ചിലപ്പം താമസിക്കത്തില്ലായിരിക്കും. നാണമില്ലേ ഈ സ്ത്രീക്ക്? നിന്നെ കുലസ്ത്രീ ഒന്നും അല്ല വിളിക്കേണ്ടത്, വേറെ അത് പറയാൻ പാടില്ല. എന്ത് ജന്മോ ഇത്? കള്ള് മേടിച്ചത് ഞാൻ അവൾക്ക് കള്ള് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നിനക്കിട്ടല്ലേ പൊട്ടിക്കണ്ടേ? അപ്പോ നീ എന്തോ വലിയ മഹത് കാര്യം ചെയ്താണ് കാണല്ലോ പറയുന്നത്. നാണം അങ്ങോട്ട് കള്ള് മേടിച്ച് തള്ളിയെന്ന്. നാണം എന്ന് പറയുന്ന ഒരു സാധനമില്ലേ സ്ത്രീ നിനക്ക്? അല്ല എന്താ ഇപ്പൊ ഈ കേസ് കൊടുത്തതിന്റെ പുറത്താണോ ഈ ചാനൽ? ഞാൻ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക ആ ചാനലിന്റെ ഈ ഇന്റർവ്യൂ കംപ്ലീറ്റ് ആയിട്ട് അതിനകത്ത് വരുന്നത്. ഇതുവരായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നോടം വരെ വന്നിട്ടില്ല. ചിലപ്പം എൻ്റെ സമയം നല്ല ബെസ്റ്റ് ടൈം, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മിക്കവാറും ഇന്റർവ്യൂ വരും. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു വീഡിയോ എന്തായാലും ഞാൻ ചെയ്തിരിക്കും. പ്രത്യേകിച്ച് മിഥിൽ രാജ് എന്ന് പറയുന്ന വ്യക്തിയെ നീ പിടിച്ചതിനകത്ത് ഇറക്കി. ലക്ഷ്മിപ്രിയെ, ഇനിയാണ് കളി തുടങ്ങാൻ പോകുന്നത്. കോടതിയിൽ കാണാം, മനസ്സിലായോ? അങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നത്. എനിക്കറിയാൻ സാധിച്ചത് അങ്ങനെയാണ്. അല്ലാതെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് നിന്റെയൊക്കെ ആട്ടും തുപ്പും കേൾക്കാൻ പുള്ളി നിൽക്കത്തില്ല. ഞാൻ വീണ്ടും പറയുന്നു, അറിയാവുന്ന കുറച്ചു പേരിൽ, ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ളതിൽ കുറച്ചു പേരിൽ വളരെ വളരെ മാന്യനായിട്ടുള്ള ഒരു വ്യക്തി. അയ്യോ, എന്നെയൊക്കെ അതുപോലെയാണ് ആ വ്യക്തി കാണുന്നത്. എനിക്കത് പേഴ്സണലി നന്നായിട്ട് അറിയാം. ഏകദേശം 2018 ഒരു 2018 ഞാൻ ആ വ്യക്തിയെ ആദ്യമായിട്ട് കാണുന്നത്. വീണ്ടും പറയുന്നു, അൻസിബ ഉണ്ടായിരുന്നു ആ സമയത്ത്. അൻസിബയുടെ ഫേസ്ബുക്കിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ പെങ്ങൾ ആടാ എന്നും പറഞ്ഞാണ് എന്നെ പരിചയപ്പെടുത്തുന്നത്. മനസ്സിലായോ? ഇവളിനിയും പറയുന്ന പോലെ വേറെന്തെങ്കിലും ആയിക്കോട്ടെ, എന്നാലും ഇവക്കെന്തിൻ്റെ കടിയാ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. നീ നിന്റെ കാര്യം നോക്ക്. നീ നിന്റെ കാര്യം പറയുമ്പോൾ പോലെ നീ ഇവരൊക്കെയാണ് വിളിച്ചു പറയുന്നത്. അപ്പൊ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയുമ്പോൾ എന്താവുമെന്ന് വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. ലക്ഷ്മിപ്രിയെ, ഓക്കെ? പിന്നെ നിനക്ക് മാത്രം തെളിവില്ലാതെ എന്തും അങ്ങോട്ട് വിളിച്ച് കൂവാ അല്ലേ? ബാക്കി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നേരെ കോടതി കേസ്, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ്. എന്നെ സോഷ്യൽ മീഡിയയിലിട്ട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. നിനക്കെന്തും പറയാം, എന്തും പറയാം. വിവരക്കേട് കേട്ടോണോ നിങ്ങൾ ഇനി ഇവർ പറയുന്നത്? കേട്ടോ? ബ്രദറിന്റെ ആധാർ കാർഡ് തരാൻ പറഞ്ഞു. ആധാർ കാർഡ് ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ 7 സ്റ്റാർ ഹോട്ടലിൽ വരെ താമസിക്കുന്ന ആൾക്കാരാണ്, ആധാർ കാർഡൊന്നും തരാനായിട്ട് പറ്റത്തില്ല. മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്, അതും ഈ മിഥിലാജാണ്. ഈ സ്റ്റേഷനിൽ വന്ന അതേ മിഥിലാജ് എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞുതരാം, മുൻപ് കോമഡി ഉത്സവം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്ന താടി മുടിയൊക്കെ ഉള്ള മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കണം. മിഥിലാജ് അൻസിബയുടെ റൂമിൽ വന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കണം. പൊന്നുമോളെ, മിഥിൽ രാജ് അൻസിബയുടെ റൂമിൽ വന്നാൽ നിനക്കെന്താ കുഴപ്പം? അല്ല, നിന്റെ കുഴപ്പം എന്താന്ന് ഇപ്പം നിന്റെ വായിൽ നിന്ന് തന്നെ വീണിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ അൻസിബയുടെ കൂടെ മിഥിലേട്ടൻ ചെന്നു. മനസ്സിലായോ? മിഥിലേട്ടന് സപ്പോർട്ടായിട്ട്, അൻസിബയ്ക്ക് സപ്പോർട്ടായിട്ട് മിഥിൽ രാജേട്ടൻ നിൽക്കുന്നു. ഞാൻ മിഥിലേട്ടൻ എന്നാണ് വിളിക്കുന്നത്. മിഥിലേട്ടൻ നിൽക്കുന്നു. അതാണ് ലക്ഷ്മിപ്രിയയുടെ ഏറ്റവും വലിയ സോക്കേട് അല്ലേ? അതല്ലേ മോളെ നിന്റെ പ്രശ്നം? അൻസിബയെ സപ്പോർട്ട് ചെയ്ത് ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ വരുമായിരുന്നല്ലോ നിന്റെ കെട്ടിയോൻ താഴെ കമന്റും കൊണ്ട്. അതൊക്കെയല്ലേ നിന്റെയൊക്കെ പ്രശ്നം? അൻസിബയെ ആരും സപ്പോർട്ട് ചെയ്യരുത്, കല്ലെറിയണം, കിട്ടുന്നതൊക്കെ വലിച്ചങ്ങ് എറിയണം. ലക്ഷ്മിപ്രിയ, ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു നീ എന്താണെന്ന്. നീ ഇനി കൂടുതലിരുന്ന് മറ്റേ കഥ പറഞ്ഞ് അവളെയും കല്ലെറിഞ്ഞ് അവൾ മറ്റേ അവിധത്തിന്റെ മേൽപ്പാലം എന്നൊക്കെ പറഞ്ഞ് കഥ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ ആളുകൾ ആ കണ്ണിലൂടെ കാണുകയുള്ളൂ. കമന്റ് ബോക്സ് പോയി നോക്ക്. നിന്റെ ഈ കൊടുത്ത ഈ ഒരു ചെറിയ ക്ലിപ്പിന്റെ ആണെങ്കിലും കമന്റ് ബോക്സ് പോയി നോക്കിയാൽ മതി. ഒരാൾ പോലും നിന്നെ വിശ്വസിക്കില്ല, ഒരാൾ പോലും. അത് വേറൊന്നും കൊണ്ടല്ല, നിന്റെ തന്നെ നാക്കിന്ന് പലതും വീഴുന്നോണ്ടാ. വേറെ ഒരു തെളിവും വേണ്ട ഇവിടെ ആർക്കും. മനസ്സിലായോ? ഒരു തെളിവും വേണ്ട. നീ തന്നെ പറയുന്ന കാര്യങ്ങൾ ഒരു ബോധവും ഇല്ലാതാണ് ഇവള് പറയുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് മിഥിലേട്ടന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇവിടെ കൊടുത്തേക്ക് 1-2 പേര് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രം ഞാൻ കാണിക്കുന്നതാണ്. മിഥിലേട്ടൻ അത്യാവശ്യം ലാലേട്ടനും ഒക്കെ ആയിട്ട് പ്രോഗ്രാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. കോമഡി ഉത്സവം എന്ന് പറഞ്ഞ പരിപാടി ഇപ്പം ലക്ഷ്മിപ്രിയ ചേച്ചി തന്നെ പറഞ്ഞല്ലോ, ആ കോമഡി ഉത്സവത്തിന്റെ ആങ്കർ ആയിരുന്നു അൻസിബ. അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, പെങ്ങളെ പോലെയൊക്കെയാണ് കണ്ടിരുന്നത്. എന്നോട് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് അങ്ങനെയാണ് അറിയാവുന്നത്. ഞാൻ കാണുമ്പോഴൊക്കെ അങ്ങനെയാണ് പുള്ളി ട്രീറ്റ് ചെയ്യുന്നത്. പിടികിട്ടിയോ? അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായിട്ട്, എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് സങ്കടം തോന്നി, ഒരുപാട്. ഇനിയിപ്പോൾ അൻസിബയ്ക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് നീയൊക്കെ എന്നെ ചിലപ്പം ഇനി വേറെന്തെങ്കിലും ആക്കുമല്ലോ, വേറെന്തെങ്കിലുമൊക്കെ ആക്കി കളയുമല്ലോ.
ആക്കും പൈസ അല്ലേ, വരുന്നുണ്ടല്ലേ അങ്ങ് ബോംബേന്ന് വരുന്നില്ലേ? അല്ല, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ, ശ്വേതാ മേനോനെ തിരിച്ചമ്മയിൽ എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾ കണ്ടോ, രാജിവെച്ച് ഇറങ്ങി ഓടി. പക്ഷെ അപ്പം ആലോചിച്ചില്ല, ഞാൻ പണ്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ഇവിടെ നിൽക്കാന്ന് പറഞ്ഞ് പല ആൾക്കാരോടും ഡീലിങ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന്. ആ കാര്യമൊക്കെ മറന്നുപോയി, ഇറങ്ങി ഓടി. കുരുപൊട്ടിയപ്പം തിരിച്ച് സംസാരിക്കാൻ ഒന്നും ഇല്ലാത്തപ്പോൾ ഇറങ്ങി ഓടിയതാ. പക്ഷെ അതിപ്പോൾ പണിയായി. തിരിച്ചു കയറും. പിഷാരടിയൊക്കെ നിന്ന്, പിഷാരടി ചേട്ടനോടൊക്കെ ഒരു വിലയുണ്ട്, നല്ല രീതിയിലൊരു വിലയുണ്ട് എനിക്ക്. ഒരു പരിധിയിൽ കൂടുതൽ ഇതിൻ്റെ പുറകിൽ നടക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അറിയുന്നില്ലായിരിക്കും, ചിലപ്പോൾ അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ പറ്റാതെ മിണ്ടാതിരിക്കുന്നതായിരിക്കാം. എന്തൊക്കെയാണെങ്കിലും തിരിച്ചു കയറിയാൽ, അല്ലെങ്കിൽ തിരിച്ചു കയറണ്ട, ഇപ്പം തന്നെ അൻസിബയ്ക്കെതിരെ കാണിക്കുന്നതൊക്കെ കണ്ടല്ലോ നിങ്ങൾ, എന്തൊക്കെയാണ് അടിച്ചിറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് മറ്റേ രണ്ടാനച്ഛനുമായിട്ടായിരുന്നു. ഇപ്പം ദാ അൻസിബയെ സഹായിക്കുന്ന വ്യക്തിയെയും കൂട്ടി അങ്ങോട്ട് ഇറക്കി. കള്ള് മേടിച്ചു കൊടുത്തിട്ടുണ്ട്, അയാളെ ഞാൻ അവിടെ ഹോട്ടൽ മുറിയിൽ കണ്ടു. അതിനിപ്പോൾ എന്താ അതിന്? പൊന്നു ചേച്ചി വേറെ, ചേച്ചിയുടെ വേണ്ട, ഞാൻ പറഞ്ഞാൽ ചിലപ്പം മോശമായി പോകും. ഞാൻ ചേച്ചിയുടെ അത്ര അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ അവിടേക്ക് ഏതെങ്കിലും ഹോട്ടൽ മുറിയിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് വേറെ, ആ സെറ്റപ്പ് ആയിരിക്കും. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ലേ. ഈ വാർത്തയും കൂടെ നിങ്ങളൊന്ന് കേട്ടോ. അമ്മയിൽ തുടരുന്ന പ്രതിസന്ധി അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ന്യൂസ് മോർണിംഗിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഇനി അമ്മയിൽ തുടരുന്ന പ്രതിസന്ധി അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വന്നിരുന്നു. പക്ഷെ അതും പരാജയപ്പെട്ടതായുള്ള വിവരങ്ങളാണ്. അൻസിബയും ടിനി ടോമും തമ്മിലുള്ള തർക്കം പരിഹരിക്കാനുള്ള ശ്രമമാണ് പരാജയപ്പെട്ടത്. ഒത്തുതീർപ്പിനായി അമ്മ അഡ്ഹോക് കമ്മിറ്റി കൺവീനർ രമേശ് പിഷാരടിയാണ് ഇടപെട്ടത്. ഇത്തരം പരാതികളുമായി വരില്ലെന്ന് അൻസിബ എഴുതി കൊടുക്കണമെന്ന് ടിനി ടോം ആവശ്യപ്പെട്ടു. പരാതിക്കാരി തന്നെ ഖേദം പ്രകടിപ്പിക്കണമെന്നത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമെന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും അൻസിബ മറുപടി നൽകി. ടിനി ടോം വിഷയത്തിൽ ഒത്തുതീർപ്പിന് ശ്രമിച്ച അമ്മ സംഘടന ലക്ഷ്മിപ്രിയ വിഷയത്തിൽ മൗനം തുടരുകയാണ്. അയ്യോ, ലക്ഷ്മിപ്രിയയുടെ വിഷയത്തിൽ ഒന്നും മിണ്ടാൻ പാടില്ല. അയ്യോ, പാവമല്ലേ, സുന്ദരി വാവ, തുത്തുരി വാവയല്ലേ. ടിനി ടോമിന്റെ വിഷയത്തിൽ അൻസിബ, അതും ആ പെൺകുട്ടി എഴുതി കൊടുക്കണമെന്ന്, ഇനി ഇതുപോലത്തെ പരാതിയായിട്ടൊന്നും ഞാൻ വരത്തില്ലെന്ന് സത്യം പറഞ്ഞാൽ പ്രിയപ്പെട്ടവർ, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. നിങ്ങൾ ഈ പോർഷൻ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ടിനി ടോമിന്റെ ചെവിക്കല്ല് നോക്കി ഒരെണ്ണം കൊടുക്കണമെന്ന്? അല്ലെങ്കിൽ ആ കൈ, അതാണ് അവന്റെ കൈയിരിപ്പ്, രണ്ടര കൊടുക്കേണ്ട കൈയിരിപ്പാണെന്ന് നിങ്ങളിൽ എത്ര പേർക്ക് തോന്നുന്നുണ്ട്? താഴെ കമന്റ് ബോക്സിൽ ഒന്ന് പറയണം. കമന്റ് ബോക്സിൽ നിങ്ങളൊന്ന് പറയണം. കാരണം പലയിടത്തും ഞാൻ ആളുകൾ പറഞ്ഞ് കേട്ടു, പേഴ്സണലി ഞാൻ കേട്ടു, ആളുകൾ പറഞ്ഞ് രണ്ടെണ്ണം കിട്ടേണ്ട കൈയിരിപ്പാണ് അവന്റെ. എനിക്കും ഇപ്പം ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. അവൻ പറഞ്ഞതൊക്കെ ആർക്കും കേൾക്കണ്ട, മനസ്സിലായോ? അങ്ങനൊന്നും ഇല്ല. ആ പെൺകുട്ടി തെളിവ് വരെ കഴിഞ്ഞ ദിവസം കാണിച്ചു. എന്നിട്ടും ഇപ്പോൾ കോംപ്രമൈസ് സമയത്ത് പറയുന്നത് അവൾ എഴുതി കൊടുക്കണമെന്ന്, ഇതുമായിട്ടുള്ള ഇങ്ങനത്തെ പരാതിയും കൊണ്ടൊന്നും വരത്തില്ലെന്ന്. അല്ല, എന്താ പറയേണ്ടത് ഇതിന്? അറ്റ്ലീസ്റ്റ് നമ്മൾ ജനങ്ങളെങ്കിലും ആ പെൺകുട്ടിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണം. കഴിഞ്ഞിട്ടില്ല. ജസ്റ്റിസ് ഫോർ അൻസിബ ഹാഷ്ടാഗ് വേണം, ഇനിയും വേണം. കമന്റ് ബോക്സിൽ വേണം. കാരണം ആ പെൺകുട്ടിക്ക് നീതി കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീതി കിട്ടിയിട്ടും ആ കിട്ടിയത് പലർക്കും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആ പെൺകുട്ടിയെ, മാനസികമായിട്ടും ശാരീരികമായിട്ടും. അയ്യോ, അവരെ സപ്പോർട്ട് ചെയ്ത് പോലും ഒരാൾ മുന്നോട്ട് വരരുത്. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അവനെയും പിടിച്ച് അവിധത്തിൽ അങ്ങിടുക ആ പെൺകുട്ടിയായിട്ട്. എന്ത് തെമ്മാടിത്തരമായി നടക്കുന്നത്? നമുക്കേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ആ പെൺകുട്ടിക്ക് സപ്പോർട്ട് കൊടുത്ത് അവളുടെ കൂടെ നിൽക്കുന്ന, ഇപ്പം കണ്ടല്ലോ, പ്രത്യേകിച്ച് സിനിമയിൽ നിന്നുള്ള ആരും, രമേശ് പിഷാരടിയൊക്കെ തിരിച്ചു രണ്ടര കൊടുക്കണ്ടേ പിഷാരടി ചേട്ടാ, സ്പോട്ടിലെ ടിനി ടോമിനിട്ട്. ഇതുപോലത്തെ പരാതി കൊണ്ടൊന്നും വരത്തില്ല എന്ന് എഴുതി കൊടുക്കണമെന്ന്. ലക്ഷ്മിപ്രിയയുടെ കേസ്, അയ്യോ അതില്ല, തുത്തിരിവാവയല്ലേ. ലക്ഷ്മിപ്രിയ പറഞ്ഞതിനൊന്നും ഒരു കുഴപ്പമില്ല. അതാ ഇന്നിപ്പം ആ ഒരു ഇന്റർവ്യൂ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്ന പോലും അത് തെറ്റല്ല. അവൾ പറയട്ടെ, അവളെല്ലാം കണ്ടതല്ലേ, അവളുടെ കണ്ണ് ഉണ്ടക്കണ്ണല്ലേ, അതിലൂടെ എല്ലാം കാണാൻ പറ്റുമല്ലോ, എല്ലാം കണ്ടിട്ടുണ്ട് അവള്. ബാക്കി ആർക്കും കണ്ണില്ല. ഞാൻ കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, ഒരുപാട്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല. കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നല്ലോ. ഫോളോ ചെയ്തിരിക്കുക എല്ലാവരും. ഞാൻ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരാം. ഒരു സംശയത്തിൻ്റെ പുറത്ത് സംശയങ്ങൾ നമുക്ക് ചോദിക്കാം. നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഞാൻ ചോദിക്കുന്ന സംശയങ്ങൾ പലതും പല ആളുകളും ഇവിടെ വന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബാക്കി കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പറയാം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർ.